അപ്പോൾ നമുക്ക് മാർക്സ് ആൻഡ് ഫാർമയുടെ ചാർട്ട് അനാലിസിസ് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചാർട്ട് ഒന്ന് ബ്രേക്ക് ചെയ്ത് നോക്കാം. അപ്പം അതിനകത്തുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമുക്കത് മനസ്സിലാക്കാം, അതിൻ്റെ ബേസിക് പ്രൈസ് ആക്ഷനൊക്കെ. അപ്പം നിങ്ങൾക്കും പഠിക്കാൻ പറ്റും, പുതിയൊരു എൻട്രി കണ്ടെത്താൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ സന്തോഷം. അപ്പം നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ തന്നെ കാണാൻ പറ്റും, എന്താ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താ, നമ്മളൊരു 2005 റേഞ്ച് മുതൽ ഉണ്ടായിരിക്കുന്നൊരു ചാർട്ടാണ്. അപ്പോഴത്തേക്ക് ഒരു ഇവിടെ എൻട്രി എടുത്തവരൊക്കെ കുറച്ച് നാൾ പെട്ട് കിടക്കേണ്ട വന്നിട്ടുണ്ട്. അതായത് ഒരു നല്ലൊരു ഡൗൺ ആണ് അവിടെ നിന്ന് വന്നേക്കുന്നത്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ ജസ്റ്റിനകത്ത് ടൂളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരു 100% എടുത്തൊരു ഡൗൺ മൂവ്മെൻറ്റ് ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് കുറേ നാൾ വെയിറ്റ് ചെയ്തവർക്ക് അത് റിക്കവർ ചെയ്യാൻ ഈ ഒരു ഏരിയ കൊണ്ട് പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഏരിയ കൊണ്ട് തന്നെ അത് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓൾറൗണ്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു അപ് ട്രെൻഡ് ചാർട്ട് തന്നെയാണ്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ കോവിഡിൻ്റെ ടൈമാണെന്നാണ് തോന്നുന്നത്. ഒരു ഡൗൺ വന്നിട്ടുണ്ട് കുറച്ച് നാൾ. ഈ സപ്പോർട്ടെല്ലാം ബ്രേക്ക് ചെയ്ത് ഒരുമാതിരി എല്ലാ ചാർട്ടും നോക്കിയാൽ മതി. 2020 സംതിങ്ങിലൊക്കെ നല്ലൊരു പോക്ക് താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പം എന്നിരുന്നാലും കുഴപ്പമില്ലാത്ത ചാർട്ടുകളൊക്കെ തിരിച്ച് കയറിയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് പെന്നിയായിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ എടുക്കുമ്പോഴത്തേക്കായിരിക്കും ചിലപ്പോൾ ഒത്തിരി പണി കിട്ടുന്നത്. ചിലപ്പോൾ അത് തിരിച്ച് കയറാത്ത രീതിയിലും അങ്ങനെയൊക്കെ വരുന്നത്. പിന്നെ മറ്റൊരു കാര്യമോട് ഞാൻ ആദ്യം പറയാം. ഇപ്പം നമ്മളിപ്പം ഒരു എൻട്രി എക്സിറ്റ് ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് വെക്കണമെന്ന് പറയുന്നതിൻ്റെ മറ്റൊരു കാര്യം, ഇപ്പം ഒരു എലക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബഡ്ജറ്റ് പോലത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫോർകാസ്റ്റ് ചെയ്ത് 100% പറയാൻ പറ്റത്തില്ല ഇന്നതൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഒരു വലിയൊരു മൂവ്മെൻറ്റ് താഴോട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അപ്പം ഒരുപാട് നാൾ ചിലപ്പോൾ നമ്മൾ പെട്ട് കിടക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൂടെ അത് ഉപകാരപ്പെടും. പിന്നെ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ആൾക്കാർ കൂടുതൽ എൻട്രി എടുക്കുന്നത്, അതിനെപ്പറ്റിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക. അപ്പം ഈ ഒരു ട്രയാങ്കിൾ പോലത്തെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ചെറിയ രീതിയിൽ ഇങ്ങനെ കാണാൻ പറ്റും. നമുക്കറിയാം ഈ ഒരു മൂവ്മെൻറ്റാണ് വന്നേക്കുന്നത്. താഴോട്ട് വന്നു, തിരിച്ച് റെസിസ്റ്റൻസ് എടുത്തു, വീണ്ടും താഴോട്ട് വന്നു, പിന്നെ തന്നെ ഇവിടെ ഇങ്ങനെ ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നു, നടക്കുന്നില്ല. ഇവിടുന്നും ബ്രേക്ക് ചെയ്യാൻ നോക്കുന്നു, നടക്കുന്നില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്കൊന്ന് ബ്രേക്കായി. അപ്പം ഇവിടുത്തെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ആയിട്ടുണ്ട്. നമ്മളിവിടെ റെസിസ്റ്റൻസ് വരച്ച് വെച്ചത് ബ്രേക്ക് ആയിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഒരു റീടെസ്റ്റ് വന്നിട്ട് ആ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കൺഫർമേഷൻ വന്നിട്ട് താഴെ വോളിയോ ഉണ്ട്. നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോൾ അറിയാം, താഴെ വോളിയോ ഉണ്ട്. അപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ബ്രേക്ക് ഔട്ടാകും, നമുക്കത് വിശ്വസിക്കാം. പിന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാകും, ഇവിടെ ഈ ഒരു ചാനലിനകത്തോടുള്ളൊരു മൂവ്മെൻറ്റാണ് പിന്നെ വന്നേക്കുന്നത്. കണ്ടോ, ഈ ഒരു ഡൗൺ വന്നിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഒരു ഡൗണിലൂടെ താഴോട്ട് ഒരു മൂവ്മെൻറ്റ് വന്നിട്ട് ആ ഒരു കോവിഡിൻ്റെ ടൈം എന്ന് പറഞ്ഞ് താഴോട്ടുള്ളൊരു പോക്കില്ല. അത് കഴിഞ്ഞിട്ട് മുകളിലോട്ട് റെസിസ്റ്റൻസ് എടുത്തു, താഴോട്ട് സപ്പോർട്ട് എടുത്തു, വീണ്ടും പിന്നെ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടായതുകൊണ്ട് പിന്നെ ഒരു കപ്പ് എന്നൊക്കെ പറയുന്നത്, കപ്പാൻ ഹാൻഡിൽ എന്നൊക്കെ പറയുന്ന പോലെ തരും, അത് രീതിയിൽ ബ്രേക്ക് ആയിട്ട് വീണ്ടും മുകളിലോട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കത് നിൽക്കുന്നൊരു പൊസിഷനാണ് നമ്മളിപ്പം നോക്കാൻ പോകുന്നത്. അത് നോക്കുമ്പോഴത്തേക്കാണ് നമുക്കൊരു എൻട്രി വരുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇവിടെ ചെറിയൊരു റെസിസ്റ്റൻസ് ഫോം ആയിക്കും നിങ്ങൾക്കത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു റീടെസ്റ്റ് രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വീക്കിലി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡെയിലി എടുത്ത് നോക്കാം. ഒരു ഡെയിലി ആണെങ്കിലും ഒരു നല്ലൊരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വോളിയം, നിങ്ങൾക്ക് താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് വോളിയം അറിയാം, വോളിയം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു എൻട്രി എടുക്കാം. എൻട്രി പോയിൻ്റ് ഒന്നും പറയുന്നില്ല, സ്റ്റോപ്പ് ലോസ് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു വ്യൂ കാണിച്ചു തരുവാണ്. നിങ്ങളുടെ ഒരു വ്യൂ അനുസരിച്ച് നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കുക. ഇപ്പം സ്റ്റോപ്പ് ലോസ് എടുക്കുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് എടുക്കുക. അതെല്ലാം നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് കയറുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാര്യം എപ്പോഴും അതാണ് നല്ലത്. കാരണം നമ്മളിപ്പോൾ വേറൊരാളുടെ രീതി കയറി കഴിഞ്ഞാൽ അത് അയാളുടെ അനാലിസിസ് ആണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യൂ ഇങ്ങനത്തെ കാര്യങ്ങളും പറയാം. കാരണം ഞാൻ വെക്കുന്ന സ്റ്റോപ്പ് ലോസ് ആയിരിക്കത്തില്ല നിങ്ങൾക്കൊരു റിസ്ക് ചെയ്യാൻ പറ്റുന്നൊരു എമൗണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക്. മനസ്സിലായി? അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അല്ലാതെ ജസ്റ്റ് വേറെ മടിയായിട്ട് പറയാത്തതല്ല. കാരണം നമ്മളിപ്പോൾ ഒരുപാട് കോൾസും കാര്യങ്ങളൊക്കെ ഉള്ള ചാനലും ടെലിഗ്രാമിൽ തന്നെ ഇഷ്ടം പോലെ വരുന്നുണ്ടല്ലോ. അപ്പം എല്ലാത്തിനകത്തും അങ്ങനെ ഇന്നത് കിടക്കും. അപ്പോൾ ആൾക്കാർ ചാടി കയറുകയാണ് എന്തിനാന്ന് പോലും അറിയാത്ത രീതിയിൽ. പിന്നെ ആയിക്കോട്ടെ, ഇപ്പം നന്നായിട്ട് പഠിച്ചിട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാമല്ലോ. വെറുതെ പ്രീമിയം ഗ്രൂപ്പിലൊന്നും കയറണ്ട, സ്വന്തമായിട്ടൊരു അനാലിസിസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റുമല്ലോ. അപ്പം ഇവിടുന്ന് ഒരു ബ്രേക്ക് വന്നിട്ട് ഇതിൻ്റെ ഈ ഒരു ബ്ലൂ ലൈൻ എന്ന് വരച്ചേക്കുന്ന ഈ ഒരു ലൈൻ മുകളിൽ സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു മുകളിലോട്ടുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് ചാൻസ്. പിന്നെ ഉള്ളൊരു തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ കിടക്കുന്നത് തന്നെ ഇവിടെ ഈ കാണുന്നൊരു ഗ്രീൻ ലൈനാണ് തൊട്ടടുത്തുള്ള റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷെ അതും ഒരു ലോങ് ടൈമിലൊക്കെ ഒരു ബ്രേക്ക് ചെയ്യാനുള്ള നല്ലൊരു ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ഇങ്ങനെ കുറച്ച് കാലം ഇങ്ങനെ കിടന്നെന്ന് പറഞ്ഞാലും ഒരു ലോങ് ടൈമിലൊരു മൂവ്മെൻറ്റ്, അപ്പ് മൂവ്മെൻറ്റ് നമുക്കത് പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഒരു പ്രൈസ് ആക്ഷൻ വെച്ച് മാത്രം പറയുവാണ്. ഇതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും നടക്കുമോ എന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് പറയുന്ന കാര്യമാണ്.
അപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കത് വെയിറ്റ് ചെയ്തേ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് 100% പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എപ്പോഴും ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഒന്നെങ്കിൽ ഒരു റെസിസ്റ്റൻസിന് താഴെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലിൻ്റെ താഴെ സ്വിങ്ങിലോ, അങ്ങനത്തെ പല രീതിയിൽ നിങ്ങൾക്ക് റെസിസ്റ്റൻസ് പോട്ടെ, ഒരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഈ മുമ്പ് ചെയ്തേക്കുന്ന വീഡിയോസൊക്കെ വെച്ച് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് പ്രോഫിറ്റ് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് എൻട്രി എടുത്തവർക്കൊക്കെ അതൊക്കെ ഒരുപാട് കമൻറ്റുകളൊക്കെ വരുന്നതും മെസ്സേജായിട്ടൊക്കെ വരുന്നത് കാണുമ്പോഴത്തേക്ക് വളരെ സന്തോഷമുണ്ട്. പക്ഷേ എപ്പോഴും ഒരു നെഗറ്റീവ് കേസോടെ എപ്പോഴും ചിന്തിക്കുക. കാരണം മാർക്കറ്റ് ഇപ്പം തലതിരിഞ്ഞാൽ, ഇപ്പോൾ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റിന് പകരം ബെയറിഷ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു ബഡ്ജറ്റ് വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ വരുന്നു, അതിനെപ്പറ്റി അപ്പോഴെന്തൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടുള്ളവർക്കറിയാം, നമ്മളതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ മാത്രമല്ല നമ്മൾ പറയാറുള്ളത്. അപ്പം അതെല്ലാം കണ്ടിട്ടുള്ളവർക്ക് ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴത്തേക്ക് അറിയാം ഈ ഒരു മൂവ്മെൻറ്റ് വരാനാണ് ചാൻസ്. പിന്നെ ഈ ഒരു ഏരിയക്ക് താഴോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സെല്ല് ചെയ്ത് കളയാം. മനസ്സിലായോ? അതിലൊന്നും ഒരുപാട് മടിച്ചിരിക്കേണ്ടതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ തൊട്ടടുത്തുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ഏരിയയിലോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങളൊരു എൻട്രി ഇവിടെയൊക്കെ എൻട്രി എടുത്തിട്ടുണ്ട്, ഇപ്പോൾ താഴത്തെ ലെവലിൽ എൻട്രി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ബ്രേക്കൗട്ടിൽ എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം വിറ്റ് കളയൊന്നും വേണ്ട. ഇപ്പോൾ നിങ്ങൾക്കൊരു സ്റ്റോപ്പ് ലോസ്, നിങ്ങളുടെ ഒരു ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കുകയേ വേണ്ട, അത് വിറ്റ് കളഞ്ഞേക്കുക. മറിച്ച് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടില്ല, ഇപ്പോൾ വിൽക്കണമെന്നുള്ള കൺഫ്യൂഷനാണ് നിൽക്കുന്നതെങ്കിൽ നിലവിൽ എൻ്റെ അഭിപ്രായത്തിൽ വിറ്റ് കളയേണ്ട ആവശ്യമില്ല. അത് നിങ്ങളിപ്പം ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ചാനൽ, ഈ കാണുന്ന ഈ ഒരു ഇപ്പോൾ റെഡ് ഞാൻ ആക്കാൻ പോകുന്ന ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് താഴെ പോയാൽ മാത്രം ജസ്റ്റ് ഒന്ന് അലേർട്ടായിട്ടിരിക്കുക. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇപ്പോഴത്തെ കറൻറ്റിലുള്ള ഇതിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെ ആയിട്ടുള്ളൊരു ചാർട്ടാണ്. നിങ്ങളുടെ റിവ്യൂവിനനുസരിച്ച് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. മുമ്പ് ഇട്ടേക്കുന്ന വീഡിയോസ് എല്ലാം കണ്ടു നോക്കുക. എൻട്രി പോയിൻ്റൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കയറുക. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല എല്ലാവരും നല്ല രീതിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് എൻട്രികൾ, ഒരുപാട് പ്രോഫിറ്റുകൾ കിട്ടട്ടെ. നല്ല രീതിക്ക് എല്ലാം നന്നായിട്ട് ലൈഫിൽ നടക്കട്ടെ എന്ന് എല്ലാവരും ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കണ്ടത് വെച്ചൊക്കെ ഒന്ന് വരച്ച് നോക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയൊരു എൻട്രി ഒക്കെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇതേപോലെ തന്നെ പല ചാർട്ടുകളിലും ഇതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും ഇത് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് നമ്മൾ കേസ് സ്റ്റഡി പോലെ A-to-Z കാര്യങ്ങൾ എപ്പോഴും ഒരു ചാർട്ടിനെ പറ്റി നമ്മൾ പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന് ഉറപ്പ് വന്നുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു.